ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇത് നേരത്തെ തന്നെ അടൂർ പ്രകാശ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോയതാണ്. സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്ന അടൂർ പ്രകാശാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിക്ക് അടുത്തേക്ക് കൊണ്ടുപോയത്? എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിന്റെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം? ഏതായാലും ചോദ്യമുന ഇപ്പോൾ UDF കൺവീനർക്ക് നേരെ നീളുകയാണ്. എന്താണ് വിവരങ്ങൾ? മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് SIT കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും UDF കൺവീനർ അടൂർ പ്രകാശിനെ കൂടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് SIT കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സോണിയാഗാന്ധിയുമായി ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ച, അതിന് ദില്ലി യാത്ര അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF കൺവീനർക്കുള്ള ബന്ധം എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഇപ്പോൾ SIT ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി നിർണായകമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ തൊട്ട് പിന്നാലെ അടൂർ പ്രകാശിന് നോട്ടീസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കാര്യങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകാൻ തയ്യാറാകാത്തൊരു സാഹചര്യം പോലും നിലനിന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി SIT എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ നിർണായകം. ഷിജ, ഇതിൽ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ഈ ദ്വാരപാലക പീഠം മോഷണം പോയി എന്ന് ഒരു വാർത്താ ചാനലിലൂടെ, ഏഷ്യാനെറ്റിലൂടെ വെളിപ്പെടുത്തുന്നു. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദ്വാരപാലക പീഠകം കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആദ്യമായി പ്രതികരണവുമായി രംഗത്തെത്തിയത് VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അതിൽ അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്, ദേശീയ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നാലെയാണ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശും അടക്കമുള്ളവർ, ആന്റണി അടക്കമുള്ള MP അടക്കമുള്ളവർ സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിയത്, ആ ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അതീവ സുരക്ഷ ഉള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുതെ എത്തുന്നതല്ല. അടൂർ പ്രകാശിന്, ആന്റണിക്ക്, കോൺഗ്രസിൽ മറ്റാർക്കൊക്കെ ഇതുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. ആ സംശയം തന്നെയാണ് നിലനിൽക്കുക. എന്താണ് ദില്ലി കണക്ഷൻ? ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിന്റെ ദില്ലി കണക്ഷൻ എന്താണെന്നാണ് ഇനി അറിയേണ്ടുള്ളത്. സ്വാഭാവികമായും അടൂർ പ്രകാശിനെയും പിന്നാലെ ആന്റണി MPയെയും ചോദ്യം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. ഏതായാലും പോറ്റിയെ കയറ്റിയത് ആര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ആരാണ്? കോൺഗ്രസ്സുകാർ തന്നെയാണ്, കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാവുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനാ നേതാക്കളുമാണ്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ അടൂർ പ്രകാശിന് പിന്നാലെ ആന്റണിയും ചോദ്യമുനയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഏതായാലും ആദ്യത്തെ ഇതിന്റെ തുടർച്ചയായി ഉണ്ടാകും എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ UDFന്റെ നേതാക്കൾ വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർക്കുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ ആന്റണി MPയുമായിരുന്നു. അപ്പോൾ ഇവർക്ക് അത്രത്തോളം അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനമായും ഉയർന്നൊരു ചോദ്യം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തോതിലുള്ള ചർച്ചകളടക്കം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയായി ആന്റണി തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന്റെ കാര്യത്തിലാണെങ്കിൽ അടൂർ പ്രകാശ് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ഇതുവരെയും തയ്യാറാകാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ കൂടുതൽ വ്യക്തത ഈ ഒരു ചോദ്യം ചെയ്യലിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അടൂർ പ്രകാശിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആന്റണിയെയും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം